മനസ്സിൽ ദുഃഖം വരാൻ എന്താ കാരണം എന്ന് ചിന്തിച്ചപ്പോൾ അടുപ്പമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാക്കുന്നത്. ഏതൊന്നിനോടാണോ നിങ്ങൾ കൂടുതൽ അടുക്കുന്നത് അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമം, ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് ഒന്നിനോടും ഒത്തിരി അടുക്കാതിരിക്കുക. ഒരകലം എപ്പോഴും എല്ലാത്തിൽ നിന്നും സൂക്ഷിക്കുക. ബുദ്ധൻ്റെയൊക്കെ തത്വമാണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് ദേവപ്രകാശ് സാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു: അറ്റാച്ച്മെൻറ്റ് കോസസ് ദ പെയിൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിച്ചുകളോ അതില്ലെങ്കിലും എനിക്ക് ജീവിക്കാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഞാൻ ആ വിഷയം ഇവിടെ നിർത്തുന്നു. അമിതമായ അടുപ്പം അരുത്. രണ്ടാമത്, പക മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക. ശരിയാണ്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോ നിങ്ങളെ വളർത്തുന്നവരോ മാത്രമേ ഈ ലോകത്തിലുണ്ടാവൂ എന്ന് ചിന്തിക്കരുത്. അല്ലാത്തവരും ഉണ്ട് എന്നത് ഉറപ്പായിരിക്കുക. ഒരിക്കൽ നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ ജോലിക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുകയോ ചെയ്താൽ അവരെക്കാൾ മുകളിൽ നീ എത്തരുത് എന്ന് അവരാഗ്രഹിക്കും. കാരണം എന്താ? അത് എനിക്ക് ഇന്നലെ കിട്ടിയ അനുഭവം. ഒരു പാവപ്പെട്ട പയ്യൻ, അവൻ ഒരു കാർ വാങ്ങിച്ചു. അപ്പോൾ ഇവൻ പണ്ട് നിന്ന വീട്ടുകാരെ വെച്ച്, നീ കാർ വാങ്ങിച്ചോ? നിനക്കെങ്ങനെ കാറ് വാങ്ങിക്കാൻ സാധിച്ചു? കൂലിവേലയല്ലേ ചെയ്യുന്നത്, നിനക്കെങ്ങനെ കാറ് വാങ്ങാൻ സാധിച്ചു? അവൻ ചിരിച്ചതേ ഉള്ളൂ, ഉത്തരം കൊടുത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെയൊക്കെ മനസ്സിലെ ചിന്ത ഉണ്ടോ, എന്നും അവൻ അടിമയായി നിൽക്കണം, അല്ലെങ്കിൽ അവൻ കൂലിക്കാരനായി തന്നെ നിൽക്കണം. അവൻ എൻ്റെ മകൻ ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനം അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന റോഡിലൂടെ അവന് വണ്ടി ഓടിക്കാനായില്ല. ഇതൊരിക്കലും നന്മയല്ല. കൂടെ നിൽക്കുന്നവൻ അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. കവിഭാവനയല്ല, ഇത് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, തന്നോളം വളർന്നാൽ മകനാണെങ്കിലും താനെന്ന് വിളിക്കണം എന്ന് പറയില്ലേ? എടോ, തന്നോടൊപ്പം വളർന്ന് വന്നോട്ടെ മറ്റുള്ളവരും എന്ന് ചിന്തിക്കുക. ദുരമൂത്തു നമ്മക്ക് പുഴ കറുത്തു, അതും കവിയാണ്. പ്രിയ സുഹൃത്തെ, ഒരാൾ വളരുന്നതിൽ സന്തോഷിക്കാൻ തനിക്ക് സാധിക്കണമെങ്കിൽ തൻ്റെ മനസ്സിൽ ഒത്തിരി നന്മയുണ്ടാകണം. ജോൺസൺ കരോൾ.